ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ലോകത്ത് 5 മഹാസമുദ്രങ്ങൾ, 7 വൻകരകൾ. ഓർത്ത് വെച്ചുകൊള്ളുക, ലോകത്താകെ എത്ര മഹാസമുദ്രങ്ങളുണ്ട്? 5 മഹാസമുദ്രങ്ങൾ, അതുപോലെ 7 വൻകരകളുമുണ്ട്. അതിൽ 2 സമുദ്രത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഭാഗത്തോട്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല. നമ്മളിന്ന് പസഫിക് സമുദ്രത്തെക്കുറിച്ച് പറയുകയാണ്. പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ്. ഏത്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത്? ആൻസർ പസഫിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം ഏതു പേരിലറിയപ്പെടുന്നു? പസഫിക് സമുദ്രം ഒരു പേരിലറിയപ്പെടുന്നു, ശാന്തമഹാസമുദ്രം എന്നറിയപ്പെടുന്നു. ശാന്തമഹാസമുദ്രം എന്നറിയപ്പെടുന്നത് പസഫിക് സമുദ്രമാണ്. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏതാണെന്നറിയാമോ? ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ചയുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മറിയാന ട്രഞ്ച്. മറിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് മറിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ മറിയാന ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ പസഫിക് സമുദ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൽനിനോ, ലാനിനോ എന്നീ പ്രതിഭാസങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്നു. അൽനിനോ, ലാനിനോ എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന മഹാസമുദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പസഫിക് സമുദ്രമാണ്. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പനാമ കനാൽ. പനാമ കനാൽ. അൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ണിയേശു. എന്താണ്? ഉണ്ണിയേശു. അതുപോലെ തന്നെ നമ്മൾ ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ച് പറയുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതുപോലെ തന്നെ മൈനാക പർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. മൈനാക പർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പ്യൂറിട്ടോ റിക്കോ ട്രെഞ്ച്. പ്യൂറിട്ടോ റിക്കോ ട്രെഞ്ച് ആണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇനി നമ്മൾ അന്റാർട്ടിക് സമുദ്രത്തെ കുറിച്ച് പറയണം. അന്റാർട്ടിക് സമുദ്രം വലിപ്പത്തിൽ 4ാം സ്ഥാനം അർഹിക്കുന്ന സമുദ്രമാണേത്? അന്റാർട്ടിക് സമുദ്രം. വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് ആർക്കുള്ളത്? അന്റാർട്ടിക് സമുദ്രത്തിനുള്ളത്. അതുപോലെ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു അന്റാർട്ടിക് സമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? അന്റാർട്ടിക് സമുദ്രമാണ്. അതുപോലെ തന്നെ ലോക ഏറ്റവും തെക്കേ അറ്റത്തുള്ള സമുദ്രം എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. സമുദ്രോപരിതലം മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. സമുദ്രോപരിതലം മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ്. അതുപോലെ അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച്. ഓർത്തുവെച്ചുകൊള്ളുക, അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആണ്.